യേശു എന്തിനാണ് വന്നതെന്നും ആരുടെ അടുക്കിലേക്കാണ് വന്നതെന്നും എന്തിനാണ് വന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ കുറച്ച് വീഡിയോസ് വഴി ചിന്തിച്ചു വരികയായിരുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വാക്യം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗ വിഷയമായിരിക്കുന്ന ഒരു വാക്യമാണ്. ഈ വാക്യം വെച്ചിട്ടാണ് കപട ക്രിസ്തീയ മതം ജീസസിൻ്റെ ആദർശങ്ങളെയും ബൈബിളിലെ ആദർശങ്ങളെയും വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അത്രയും പ്രസക്തമായിട്ടുള്ള ഒരു വാക്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് സംസാരിക്കുന്ന സബ്ജക്റ്റ് ഒരിത്തിരി ലെങ്തി ആയിരിക്കാം. ലെങ്തി ആകാൻ കാരണം അത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ശരിക്കും ഈ ഒരു വാക്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയട്ടെ. ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ വീഡിയോ മതക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകത്തില്ല. ഞാനിന്ന് സംസാരിക്കുന്ന കാര്യത്തിൻ്റെ ABCD പോലും മതക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകത്തില്ല. ആത്മീയ വെളിച്ചം കിട്ടിയവർക്ക് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദാഹമുള്ളവർക്ക് മാത്രമേ ഞാൻ ഇന്ന് പറയുന്നതിൻ്റെ അർത്ഥതലം മനസ്സിലാകത്തുള്ളൂ. സോ ഏതെങ്കിലും മതക്രിസ്ത്യാനികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഐ ആം വെരി സോറി, ദിസ് ഈസ് നോട്ട് ഫോർ യു. ഫൈൻ. ഓക്കെ, ഞാൻ വായിക്കാൻ പോകുന്ന വാക്യം ഇതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം മുതൽ താഴോട്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സോ ഈ ലോകം എന്ന് പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോസിനകത്ത് വളരെ വ്യക്തതയോടുകൂടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതട്ടെ. സോ അതുകൊണ്ട് തന്നെ ലോകം എന്ന് പറയുന്ന കാര്യത്തെ ഞാൻ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ ഈ വാക്യത്തിൻ്റെ പ്രസക്തിയും ലോകമെന്ന് പറഞ്ഞ ആ ഒരു കമ്മ്യൂണിറ്റിക്ക്, ആ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് അടിവരയിട്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ വാക്യം സർവ്വലോകരാഷ്ട്രങ്ങളിലുമുള്ള സകല മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ ലോകത്തിനകത്തുള്ള ആരൊക്കെ വിശ്വസിക്കുന്നു അവർക്കൊക്കെയാണ് ഇത് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്. സോ സകല മനുഷ്യർക്കുമെന്ന് പറയുന്ന, വിശ്വസിക്കുന്ന ഏവർക്കുമെന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ആൾക്കാരെ ഉദ്ദേശിച്ച് തന്നെയാണ്. സോ ആ പരിമിതി എപ്പോഴും ഇതിനകത്തുണ്ട്. ആ പരിമിതി വിട്ട് ഈ വാക്യത്തെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ അർത്ഥതലങ്ങളും തെറ്റും. ആഡം എന്ന് പറയുന്നൊരു വ്യക്തിയെ കുറേ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തു. പക്ഷെ ഇവിടെ തന്നെ കോൺട്രവേഴ്സി വരും. ക്രിസ്തീയ മതം പറയുന്നത് ആദമാണ് ലോകത്തിലെ ആദ്യ മനുഷ്യനെന്ന്. അല്ല, മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു, ആഡം. ആഡം എന്ന് പറയുന്നത് പുരുഷനല്ല, പുരുഷനും സ്ത്രീയും കൂടെ ചേരുന്നതാണ് ആഡം. ഉൽപ്പത്തി 5:1 സോ ആഡമിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് സ്ത്രീയും പുരുഷനുമുണ്ട്. അവർക്ക് ദൈവം ഒരു നിബന്ധന വെച്ചു. എന്താ നിബന്ധന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജനങ്ങളെല്ലാം ഇപ്പോൾ ജീവിക്കുന്നത് നന്മയിലും തിന്മയിലുമാണ്. നന്മ പ്രവർത്തിച്ച് തിന്മ പ്രവർത്തിക്കാതിരിക്കാനായിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. സോ ആ നന്മയുടെയും തിന്മയുടെയും വൃക്ഷത്തിൻ്റെ ഫലം നീ കഴിക്കരുത്, അത് ഈ സാധാരണ ജനങ്ങളൊക്കെ കഴിച്ചോട്ടെ. സോ കേവലം മനുഷ്യർ അതിൻ്റെ പുറകെ പൊക്കോട്ടെ. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട ആഡം എന്ന് പറയുന്ന നീയും നിൻ്റെ ഭാര്യയും ഞാൻ പറയുന്ന വൃക്ഷത്തിൽ നിന്നേ കഴിക്കാവൂ. ഇത് എലിമിനേറ്റ് ചെയ്തിട്ട് ഞാൻ മറ്റൊരു വൃക്ഷത്തെ നിനക്ക് ഇതെവിടെ നട്ടുവെച്ചിട്ടുണ്ട്. സോ ഇതിനകത്തു നിന്ന് വരുന്ന വൃക്ഷത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ജീവൻ്റെ വൃക്ഷഫലമാണ്. അപ്പോൾ 2 വൃക്ഷഫലം, ഒന്ന് ആ നന്മയുടെയും തിന്മയുടെയും മരണത്തിൻ്റെ വൃക്ഷവും ഫലവും, മറ്റൊന്ന് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും. ഇത് രണ്ടും ആക്ഷരികമായിട്ട് 2 മരങ്ങളല്ല. ആ 2 മരങ്ങളിനകത്ത് ഇങ്ങനെ പഴം കാച്ചു തൂങ്ങി പഴുത്ത് കിടക്കുന്നുമില്ല. ഇത് രണ്ടും പ്രതീകാത്മകമാണ്. ഈ നന്മയുടെയും തിന്മയുടെ മരം ഓൾറെഡി ആ മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. പുതുതായിട്ട് ദൈവം കൊണ്ടുവന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ദൈവം പുതുതായിട്ട് ഈ മനുഷ്യനോട് അഡോപ്റ്റ് ചെയ്യാൻ പറയുന്നൊരു കാര്യമാണ് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം. ഓക്കെ, അപ്പോൾ ഇത് കൺസെപ്റ്റായിട്ട് നിങ്ങളുടെ മുമ്പ് നിൽക്കട്ടെ. ഞാൻ എൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. ഇനി അടുത്ത് ഇതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവം ആഡത്തിൻ്റെ അടുത്ത് ഈ നന്മയുടെയും തിന്മയുടെയും ഫലത്തിൽ നിന്ന് നീ ഭക്ഷിക്കാതെ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കണമെന്ന് പറയുമ്പോൾ അതിന് അവന് സഹായിക്കാൻ വേണ്ടി, അവനെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ദൈവം ആദ്യം ഇതിനെല്ലാം മുന്നേ വെളിച്ചത്തെ കൊണ്ടുവന്നു. ജെനസിസ് 1:3 പറയുന്നുണ്ട്, ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. നമുക്കറിയാം അത് സൂര്യൻ്റെ വെളിച്ചവുമല്ല, ചന്ദ്രൻ്റെ വെളിച്ചമല്ല, നക്ഷത്രങ്ങളുടെ വെളിച്ചമല്ല. ആ വെളിച്ചം മറ്റൊന്നാണ്. ആ വെളിച്ചം എന്തിനു വേണ്ടി സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഈ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിലെ അനുഭവിക്കാനായിട്ട്, അവനെ ആ ഒരു ട്രാക്കിനകത്ത് സഞ്ചരിക്കാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചം. സോ ഈ വെളിച്ചമില്ലാതെ ശരിക്കുമുള്ള ഈ ജീവൻ്റെ ഫലത്തെ ആസ്വദിക്കാൻ, അനുഭവിക്കാൻ അവന് പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചത്തെ വെച്ചത്. പക്ഷേ ആഡമിന് ഈ വെളിച്ചത്തെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല, ആ വെളിച്ചത്തെ സ്വീകരിക്കാൻ പറ്റിയില്ല. ആ വെളിച്ചത്തിൽ ഈ ജീവൻ എന്താണെന്നും ജീവൻ്റെ വൃക്ഷഫലം എന്താണെന്നും അവന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റാതെയാണ് അവൻ പരാജയപ്പെട്ടത്. അത് കഴിഞ്ഞിട്ടാണ് ദൈവം എന്താണ് ഈ നന്മയുടെയും തിന്മയുടെയും സ്റ്റാൻഡേർഡ് എന്നറിയാൻ വേണ്ടിയിട്ട് മോസസിലൂടെ ന്യായപ്രമാണം കൊടുക്കുന്നത്. സോ ഓൾറെഡി ഈ വെളിച്ചം ഉണ്ട്. ഇനി ദൈവം ആഗ്രഹിക്കുന്ന അടുത്ത കാര്യം, ഈ വെളിച്ചം ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചത്തിൽ നിലനിന്നുകൊണ്ട് ആ വെളിച്ചത്തെ സ്വീകരിക്കുന്ന ഒരു തലമുറ ഇനി ഉണ്ടാകണം. ആ വെളിച്ചത്തെ സ്വീകരിച്ചിട്ടൊരു തലമുറ ഉണ്ടാകുമ്പോൾ ആ വെളിച്ചത്തിലൂടെ വീണ്ടും ഈ ജീവനെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ലൈഫ് സ്റ്റൈല് മനുഷ്യനുണ്ടാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും അടുത്തൊരു പ്രോസസ്സ് ദൈവം കൊണ്ടുവരുന്നത്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആകണ്ട. ഏതിൽ വെച്ച് അതേ പ്രോസസ്സിനെ തന്നെ ദൈവം വീണ്ടും ഒരു സെക്കൻഡ് ടൈം വീണ്ടും ഒരു ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി കൊണ്ടുവരുവാണ്. സോ ആദ്യം ഈ വെളിച്ചത്തെയും ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും വെച്ചിട്ട് ഒരു കുടുംബത്തിലൂടെ ആഡം എന്ന് പറയുന്ന ആണിലും പെണ്ണിലും കൂടെ ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. ആഡം ഈ വെളിച്ചത്തെയും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല, ഈ ജീവൻ്റെ വൃക്ഷത്തെയും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ വീണ്ടും അവൻ്റെ പഴയ ലൈഫ് സ്റ്റൈൽ അവൻ തുടർന്നു, അതിൽ പരാജയപ്പെട്ടു. അപ്പോൾ ദൈവം വീണ്ടും ഇതേ പ്രോസസ്സിനെ ഒരു ജനതയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. ആ ജനതയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടാണ് ലോകം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ദൈവം രൂപീകരിക്കുന്നത്. സോ ഈ ലോകം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആഡം എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് അടുത്ത് ദൈവം കൊണ്ടുവരുന്നത് അബ്രഹാം എന്ന് പറയുന്നൊരു വ്യക്തിയിലേക്കാണ്. സോ അബ്രഹാം എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ദൈവം ലോകത്തെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്ത അടുത്ത വ്യക്തി. ഇവരൊന്നും ദൈവം ഉണ്ടാക്കിയതല്ല, ഓൾറെഡി ഈ അബ്രഹാം ഇവിടെയുണ്ട്, ഈ ജനസമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. സോ അവിടെ നിന്നാണ് അടുത്തൊരു വ്യക്തിയെ ദൈവം പിക്ക് ചെയ്യുന്നത്. സോ ആഡം കഴിഞ്ഞിട്ട് അടുത്ത് പിക്ക് ചെയ്ത വ്യക്തി അബ്രഹാം ആയിരുന്നു. സോ അബ്രഹാമിലൂടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ ദൈവം ആഗ്രഹിച്ച കാര്യത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുക. സോ അതിലാദ്യം ചെയ്തത് വീണ്ടും ദൈവം അവിടെ ഈ നന്മയുടെയും തിന്മയുടെയും ആ വൃക്ഷഫലത്തെ മറ്റൊരു മോഡലിൽ കൊണ്ടുവെക്കുന്നു. അതാണ് മോസസിലൂടെ കൊണ്ടുവന്ന ന്യായപ്രമാണം. സോ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഈ നന്മയും തിന്മയുമാണ്. അപ്പോൾ ദൈവം മോസസിന് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ദൈവത്തിന് തന്നെ അറിയാം ഈ ദൈവം കൊടുക്കുന്ന ഈ ന്യായപ്രമാണത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കാനായിട്ട് മനുഷ്യന് പറ്റില്ല. സോ അത് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോസസിൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. സോ മോസസും ഇത് റിസീവ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മോസസിന് മനസ്സിലായി ഇത് ജനങ്ങൾക്ക് പാലിക്കാൻ പറ്റില്ല. മോസസിനെ പറ്റിയില്ല, പിന്നെയല്ലേ ജനങ്ങൾക്ക്. കാരണം ഈ കൽപ്പന അതിനകത്ത് എഴുതിയിട്ടുണ്ട്, കൊലപാതകം ചെയ്യരുതെന്ന് എഴുതിയിട്ടുണ്ട്. ആ കൽപ്പനയും പിടിച്ചുകൊണ്ട് താഴെ വരുമ്പോൾ ജനങ്ങൾ വിഗ്രഹാരാധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലേവി ഗോത്രത്തിലുള്ള ആൾക്കാരുടെ വാളെടുത്ത് വെട്ടിക്കൊല്ലാൻ ആദ്യം പറയുന്നത് മോസസാണ്. കൽപ്പന എന്താ? കൊലപാതകം ചെയ്യരുതെന്ന്. പക്ഷേ മോശ ഇപ്പോൾ ചെയ്യുന്നത് എന്താ? വാളെടുത്ത് വെട്ടിക്കൊല്ലാൻ പറയുന്നു. 10,000 പേരെ കൊന്നു കഴിഞ്ഞു. സോ മോസസിനും ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ പിന്നെ ജനങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ മോസസ് ഈ കൽപ്പനകൾ പാലിക്കാതെ വരുന്ന ആൾക്കാർക്കുള്ള റെമഡിയായിട്ട്, പ്രായശ്ചിത്തമായിട്ടാണ് യാഗങ്ങളും ദേവാലയവും പൗരോഹിത്യവും ഒക്കെ കൊണ്ടുവരുന്നത്. സോ അതാണ് ഈ ന്യായപ്രമാണ വ്യവസ്ഥയെ ബേസ് ചെയ്തിട്ടുള്ള ലോകമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞത്. അപ്പോൾ ദൈവം ഇനി ആഗ്രഹിക്കുന്നത്, അടുത്ത ദൈവത്തിന് ഈ വെളിച്ചത്തിലൂടെ ഈ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ കാര്യത്തെ ജനങ്ങൾ പ്രാപ്തരാക്കാൻ, അതിനെ സ്വായത്തമാക്കാനായിട്ടുള്ളൊരു പ്രോസസ്സ് കൊണ്ടുവരണം, അതിനൊരു പദ്ധതി കൊണ്ടുവരണം. അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്ത അടുത്ത വ്യക്തിയാണ് ജീസസ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ജീസസിലൂടെ ഈ വെളിച്ചം, ദൈവം ആദിയിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ആ വെളിച്ചം, ആ ജീസസിലൂടെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ 1:1 എഴുതിയിരിക്കുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. എന്താ ആദിയിൽ ഉണ്ടായിരുന്ന ആ വചനം? വെളിച്ചമുണ്ടാകട്ടെ. എന്നിട്ട് ആ വെളിച്ചത്തെക്കുറിച്ച് യോഹന്നാൻ 1:1 കഴിഞ്ഞിട്ട് വീണ്ടും താഴോട്ട് പറയുന്നു, വെളിച്ചം എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവൻ ആയിരുന്നു. ആ വെളിച്ചത്തിനകത്ത് ജീവനുണ്ട്. ഏത് ജീവൻ? ആ ജീവൻ്റെ വൃക്ഷഫലത്തിൽ നിന്ന് കിട്ടേണ്ട ജീവൻ ഈ വെളിച്ചത്തിലൂടെയാണ് പ്രാപിക്കേണ്ടത്. വെളിച്ചമില്ല എന്നുണ്ടെങ്കിൽ ആ ജീവൻ എടുക്കാൻ പറ്റത്തില്ല.
സോ വെളിച്ചം ഒരു മുഖാന്തരമാണ്. ഈ ജീവനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും ജീവനെ പ്രാപിക്കാനുമായിട്ടുള്ളൊരു മുഖാന്തരം എന്ന് പറയുന്നത് ഈ വെളിച്ചമാണ്. സോ അതാണ് 1:1 പറഞ്ഞിരിക്കുന്ന വചനം. ആ വചനം ദൈവം തന്നെ, ആ വചനം ദൈവത്തോടു കൂടെ തന്നെ. പക്ഷേ ദൈവം വെച്ചിരുന്ന ആ കാലാവധി കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അന്ത്യം യോഹന്നാൻ സ്നാപകനോടുകൂടെ ആയിരുന്നു. അതായത് ന്യായപ്രമാണ യുഗം യോഹന്നാൻ സ്നാപകനോടുകൂടെ കഴിഞ്ഞു. അടുത്ത് തുടങ്ങുന്നത് ഈ വെളിച്ചത്തിൻ്റെ ജീവൻ്റെ യുഗമാണ്. ജീസസിനാണ് അതിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ജീസസ് എന്ന് പറയുന്ന വ്യക്തി ഈ വെളിച്ചം ജഡമായി തീർന്നതാണ്. അതും യോഹന്നാൻ 1:14 പറയുന്നുണ്ട്. ഈ വെളിച്ചം ജഡമായി തീർന്നു. എന്താ ജഡം? ആത്മാവില്ലാത്ത അവസ്ഥ, ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത അവസ്ഥ. അതും വളരെ വ്യക്തതയോടെ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഈ ജനം, ഈ ലോകത്തിൽ കിടക്കുന്ന ജനം ജഡമയരായതുകൊണ്ട്, രക്തവും മാംസമുള്ള കേവല മനുഷ്യരെ പോലെ ആയതുകൊണ്ട്, ആ ജീസസ് എന്ന് പറയുന്ന വ്യക്തിയും ആ ജഡരക്തങ്ങളുടെ പ്രകൃതത്തിനകത്തേക്ക് വന്നു. എന്തിനാ? അവർക്ക് ഒരു മോഡൽ കാണിച്ചു കൊടുക്കണം. ഈ ജഡപ്രകൃതത്തിൽ വന്നാലും ഈ വെളിച്ചത്തിലൂടെ ശരിക്കുമുള്ള ജീവനെ കരസ്ഥമാക്കാൻ പറ്റുമെന്ന് ആ വ്യക്തി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഈ ജനങ്ങൾ വിചാരിക്കുന്നത് എന്താ? ഞങ്ങൾക്ക് മോസസ് തന്ന ന്യായപ്രമാണവും ദേവാലയ വ്യവസ്ഥയും പൗരോഹിത്യവും യാഗങ്ങളും ഉത്സവങ്ങളും കർമ്മപദ്ധതികളുമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്, ഞങ്ങളാണ് സത്യദൈവത്തെ അറിഞ്ഞ വ്യക്തികൾ, ഞങ്ങളല്ലാതെ വേറെ ആരും ഈ ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് സ്വയം അഹങ്കരിച്ച് കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ലോകം. അവിടേക്കാണ് ഈ വെളിച്ചവുമായിട്ട് ജീസസ് എന്ന് പറയുന്ന വ്യക്തി ജഡത്തിൽ വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ ഈ അഹങ്കാരത്തിലിരിക്കുന്ന, ഞങ്ങളാണ് എല്ലാം എന്ന് പറയുന്ന അഹന്തയിലിരിക്കുന്ന ജനങ്ങൾക്ക് ഈ വെളിച്ചം വന്നിട്ട് മനസ്സിലായില്ല എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 1 ആ എക്സ്പ്ലനേഷൻ, തുടക്കത്തിലുള്ള എക്സ്പ്ലനേഷനിൽ പറയുന്നത്. ആ വെളിച്ചം ലോകത്തിലേക്ക് വന്നു, പക്ഷേ അവർക്ക് ആ വെളിച്ചത്തെ മനസ്സിലായില്ല, അവരത് സ്വീകരിച്ചില്ല, അംഗീകരിച്ചില്ല. എന്നിട്ട് ആ വെളിച്ചത്തെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ വെളിച്ചം ജഡമായി തീർന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യം വീണ്ടും ഒന്നുകൂടെ ഒരു ഹിൻറ്റ് തരാം, അതിനെക്കുറിച്ച് നിങ്ങൾ പിന്നീട് ചിന്തിച്ചാൽ മതി. ഈജിപ്തിൽ നിന്ന് കനാനിലേക്കുള്ള യാത്രാമധ്യേ ജനങ്ങൾ കുടിച്ച വെള്ളം, ആ പാറയിൽ നിന്ന് ഉത്ഭവിച്ച ജലം, അത് ക്രിസ്തുവായിരുന്നു, ഈ വെളിച്ചമായിരുന്നു. പക്ഷെ അവരവരെ അറിഞ്ഞില്ല. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കത് അറിയാൻ പറ്റിയില്ല. കാരണം വെളിച്ചത്തെ അവർക്ക് സെൻസ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി അവരുണ്ടാക്കിയെടുത്തില്ല. സോ ഓൾറെഡി വെളിച്ചം ലോകത്തിലുണ്ടായിരുന്നു. അവിടെ വളരെ വ്യക്തതയോടുകൂടെ പറയുന്നു, അവർ കുടിച്ച പാറ ക്രിസ്തുവായിരുന്നു, ആ വെളിച്ചമായിരുന്നു. പക്ഷെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. സോ ഓൾറെഡി ആ വെളിച്ചം ലോകത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വെളിച്ചത്തെ ഒരു ജഡത്തിൻ്റെ പ്രകൃതത്തിലേക്ക്, അതായത് ആ ജനങ്ങൾ കിടക്കുന്ന ആ താഴ്ന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യരൂപത്തിൽ, ആ ജഡപ്രകൃതത്തിൽ ജീസസ് വന്നു. അപ്പം ജീസസ് എന്ന് പറയുന്നത് കേവല മനുഷ്യനാണ്, ജഡപ്രകൃതമാണ്. പാപത്തിൻ്റെ നേച്ചറിനുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രകൃതത്തിലാണ് ജീസസ് നിൽക്കുന്നത്. 100% മനുഷ്യൻ. എന്നാലേ ഈ ലൈറ്റിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ജീവനെ പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് ഈ ജീസസിൻ്റെ ലൈഫിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ ജീസസിനെ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത്, ആ കമ്മ്യൂണിറ്റിയിലുള്ള ആരെങ്കിലും ജീസസിനെ അക്സെപ്റ്റ് ചെയ്താൽ, ആ പാത്തിലൂടെ കയറിക്കഴിഞ്ഞാൽ അവർക്ക് ജീവൻ, നിത്യജീവൻ, വെളിച്ചം പ്രാപിക്കാൻ പറ്റും. സോ ഇത്രയും പശ്ചാത്തലം ഇതിൻ്റെ പിന്നിൽ കിടപ്പുണ്ട്. സോ ഇതൊന്നും അറിയാതെ സുവിശേഷ പ്രസംഗം, അതാണ് ഇതാണ്, സ്വർഗം നരകം, നരകവിധി, ന്യായവിധി. ഓക്കെ, ഞാൻ അതിൻ്റെ കുറച്ചുകൂടെ എക്സ്പ്ലനേഷനിലേക്ക് വരട്ടെ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ജീസസ് ആ വെളിച്ചത്തെയാണ് ആദ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ജീസസ് വന്നിട്ട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. അപ്പോൾ ജീസസ് ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചമെന്ന് എപ്പോഴാണ് പറഞ്ഞേ? ബാലനായിരുന്നപ്പോഴല്ല, യുവാവായിരുന്നപ്പോഴുമല്ല. ശരിക്കും ആ 30-ാമത്തെ വയസ്സിൽ ആ വെളിച്ചത്തെ സ്വീകരിക്കാനായിട്ടുള്ളൊരു പ്രാപ്തി ജഡമയനായ, ജഡപ്രകൃതത്തിലുള്ള ജീസസിന് ആ വെളിച്ചത്തെ റെക്കഗ്നൈസ് ചെയ്യാനും, ആ വെളിച്ചത്തെ സ്വീകരിക്കാനും, ആ വെളിച്ചത്തിലൂടെ നടക്കാനുമായിട്ടുള്ളൊരു പ്രാപ്തി ഉണ്ടാക്കിയെടുത്തത് യഹൂദ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷമാണ്. അപ്പോൾ അതും ഒരു മാതൃകയാണ്. ഈ ലോക വ്യവസ്ഥയ്ക്കകത്ത്, ഏതാ ലോക വ്യവസ്ഥ? മോശ നൽകിയ ന്യായപ്രമാണങ്ങളും യാഗങ്ങളും പൗരോഹിത്യവും ഒക്കെ നിലനിൽക്കുന്ന ഈ ലോക വ്യവസ്ഥ
ദൈവം ആഗ്രഹിക്കുന്നതല്ല. അതിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ മാത്രമേ നിനക്ക് ഈ വെളിച്ചത്തെ ഗ്രാബ് ചെയ്യാനായിട്ട്, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, റെക്കഗ്നൈസ് ചെയ്യാനായിട്ട്, അതിനെ ശരിക്കും പ്രാപിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ജീസസ് ഈ പ്രസ്ഥാനത്തിനകത്തുനിന്ന്, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് പുറത്ത്, യോഹന്നാൻ സ്നാപകനിലൂടെ ദൈവം അടുത്ത് ഇട്ട ട്രാക്ക്, ജീവൻ്റെ ട്രാക്കിനകത്തേക്ക്, മാനസാന്തരപ്പെട്ട് ഇതിനകത്തുനിന്ന് അപ്പുറത്തേക്ക് വാ എന്ന് പറഞ്ഞ ആ ട്രാക്കിനകത്തേക്ക് ജീസസ് വന്നപ്പോഴാണ് ഈ വെളിച്ചത്തെ ജീസസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ആ വെളിച്ചത്തെ സ്വായത്തമാക്കിയപ്പോഴാണ് ജീസസിനെ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു പദവിയും കൂടെ ചേർത്ത് വിളിച്ചത്. സോ ഈ വെളിച്ചത്തെ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന ഒരു പദവിയാണ് ക്രൈസ്റ്റ്. അന്ന് മുതലാണ് ജീസസിനെ ജീസസ് ക്രൈസ്റ്റ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഈ വെളിച്ചത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ. സോ ജീസസ് തൻ്റെ ശിഷ്യന്മാർക്കൊക്കെ ട്രെയിനിങ് കൊടുത്ത് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ശിഷ്യന്മാർക്കും ഈ വെളിച്ചത്തെ സ്വീകരിക്കുവാനായിട്ടുള്ള പവർ കിട്ടി. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ തുടർമാനം ചിന്തിക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിനകത്ത് കൊണ്ട് കടക്കുന്നില്ല. ഞാൻ അടുത്തൊരു കാര്യം കൂടെ ഇതിൻ്റെ പശ്ചാത്തലം പറയട്ടെ. അപ്പോൾ റോമാലേഖനത്തിനകത്ത് പറയുന്ന വളരെ ആഴത്തിലൊരു സത്യമുണ്ട്. ന്യായപ്രമാണം തരുന്ന ഫലമെന്ന് പറയുന്നത്, ന്യായപ്രമാണം പുറപ്പെടുവിക്കുന്ന ഫലമെന്ന് പറയുന്നത്, ന്യായപ്രമാണത്തെ പ്രമാണിക്കാനും ന്യായപ്രമാണത്തെ അനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തു വരുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാപപ്രകൃതമാണ്, പാപങ്ങളാണ്. അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അവസാനത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മരണമാണ്. അപ്പോൾ ന്യായപ്രമാണം പാപത്തെ ഉളവാക്കുന്നു. ആരിൽ? ന്യായപ്രമാണം പാപത്തെ പ്രസവിക്കുന്നു എന്നല്ല, ന്യായപ്രമാണം എന്നിലുള്ള പാപപ്രകൃതത്തെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. അപ്പം ഞാനൊരു പാപിയാണ് എന്നുള്ളത് ന്യായപ്രമാണത്തിലൂടെ വെളിവായി വരുന്നു. ആ പാപപ്രമാണത്തിലൂടെ ഞാൻ പാപിയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത്, ഈ ജീവനിൽ എനിക്ക് പ്രവേശിക്കാൻ പറ്റാതെ ഈ ജീവനിൽ ഞാൻ മരിച്ചവനായി മാറുകയാണ്. അപ്പോൾ അവിടെ മരണമെന്ന് പറയുന്നത് ഫിസിക്കൽ ഡെത്ത് അല്ല, ഈ ദൈവം വച്ചിരിക്കുന്ന ജീവനിൽ തുടരാൻ പറ്റാത്ത വണ്ണം, അതിനെ പ്രാപിക്കാൻ പറ്റാത്ത വണ്ണം ഞാൻ മരിച്ച അവസ്ഥയിലാണ്. അപ്പോൾ യേശുവിൻ്റെ മരണമെന്ന് പറയുന്നതും ഭൗതിക മരണമല്ല, ഇപ്രകാരമുള്ള ന്യായപ്രമാണ സംബന്ധമായ മരണമാണ്. അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാകണമെങ്കിൽ മാത്രമേ വെളിച്ചത്തിലൂടെ ജീവനെ ഗ്രാബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫൈൻ. സോ ന്യായപ്രമാണം ഉളവാക്കുന്നത് ഒരു മനുഷ്യനിൽ പാപവും പാപത്താലുള്ള മരണവുമാണ്. അപ്പോൾ ഇനി എന്താ വേണ്ടേ? ഇനി വേണ്ടത്, ഇത് ആര് വഴി വന്നു? മോസസ് വഴി വന്നു. ഇനി ജീസസ് വഴി വരേണ്ടത് വെളിച്ചവും വെളിച്ചത്താൽ ഉണ്ടാകേണ്ടുന്ന ജീവനും. അപ്പോൾ യേശു തൻ്റെ ഉദ്ദേശശുദ്ധി പറഞ്ഞു, ഒരിക്കൽ ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമാണ്. അതിന് എന്ത് വേണം? വെളിച്ചം വേണം. അപ്പോൾ ജീസസ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ വെളിച്ചത്തെ പ്രാപിച്ചതിന് ശേഷം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും. അത് കഴിഞ്ഞ് ജീസസ് 12 പേരെ താൻ പ്രാപിച്ച ആ വെളിച്ചത്തെ സ്വീകരിച്ച് ആ ജീവനെ കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുത്തു. അത് കഴിഞ്ഞ് അവർ അതിൽ പ്രാപ്തരായപ്പോൾ ജീസസ് ആ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, മതവക്താക്കളെ നോക്കിയല്ല, ന്യായപ്രമാണം ആചരിക്കുന്ന വ്യക്തികളെ നോക്കിയിട്ടല്ല, ഈ ജീസസ് പറഞ്ഞ ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളെ നോക്കി, ആ ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. അപ്പോൾ ജീസസിൽ ഇരുന്ന വെളിച്ചത്തിൻ്റെ പകർച്ച ഇപ്പോൾ ആ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ജീസസ് ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളിലേക്ക് കൊടുത്തു. എന്നിട്ട് അവർ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞു. സോ വെളിച്ചത്തെ അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതിനെ ഗ്രാബ് ചെയ്യാനുമായിട്ട് ആ ശിഷ്യന്മാർക്ക് കഴിഞ്ഞു. ഇതേ കാര്യം തന്നെയാണ് പൗലൂസിനും പറ്റിയത്. ന്യായപ്രമാണത്തിനകത്ത് കൊലയുമായിട്ട് നടന്നവൻ, മരണപ്രമാണമായിട്ട് നടന്നവൻ ഈ ജീസസിലൂടെ വരുന്ന വെളിച്ചത്തെ കണ്ടു. സൂര്യനെ കവിയുന്ന ആ വലിയ വെളിച്ചത്തെ കണ്ടപ്പോൾ അവനിൽ പരിവർത്തനമുണ്ടായി. ന്യായപ്രമാണത്തെ വിട്ടു, കൽപ്പനകളെ വിട്ടു, അന്നത്തെ ദേവാലയത്തെയും പൗരോഹിത്യത്തെയും ഒക്കെ വിട്ടു. അതിനെല്ലാം തിരസ്കരിച്ച് ചപ്പും ചവറുമെന്ന് എണ്ണിയിട്ട് ഈ വെളിച്ചത്തിൻ്റെ പിറകെ ആ ജീവനെ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടമായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ അന്ന് ജീസസിലൂടെ ചപ്പും ചവറുമാക്കിയ ആ പ്രമാണങ്ങളെയും ആ വ്യവസ്ഥകളെയും ആ ദേവാലയത്തെയും ആ പൗരോഹിത്യയും ആ കൽപ്പനകളെയും ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ വേറൊരു കുപ്പിയിലാക്കി കൊണ്ട് നന്നിരിക്കുന്ന സാധനമാണ് ഇന്നത്തെ ക്രിസ്തീയ മതം. എല്ലാവരും ഇതിൻ്റെ പിറകെയാണ്. എന്താണ് ജീസസിലൂടെ സംഭവിച്ചതെന്ന് പോലും അറിയാതെ ഈ പുതിയ കുപ്പിയിലെടുത്ത് വച്ചിരിക്കുന്ന
തിരസ്കരിക്കപ്പെട്ട ന്യായപ്രമാണത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും ദേവാലയത്തെയും പൗരോഹിത്യത്തെയാണ് ഇന്ന് വലിയ കാര്യമായിട്ട് ക്രിസ്ത്യാനികൾ കൊണ്ട് നടക്കുന്നത്. കപടത. ഓക്കെ, അപ്പം എൻ്റെ മറ്റുള്ള കാര്യം തീർന്നില്ല. നമ്മുടെ മെയിൻ ടോപ്പിക്ക് ഇനി നിൽക്കുന്നതേ ഉള്ളൂ. ആ സബ്ജക്റ്റുകൾ ഒന്നുകൂടെ പറയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ന്യായപ്രമാണത്താൽ ഉളവാകുന്നത് ഒരു മേലിലുള്ള പാപവും ആ പാപത്താൽ ഉളവാകുന്നത് മരണവുമാണ്. അത് കഴിഞ്ഞിട്ട് ക്രൈസ്റ്റിലൂടെ വന്നിരിക്കുന്ന വെളിച്ചം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ആത്മാവിലുള്ള ജീവിതക്രമത്തിലേക്കാണ്. അപ്പം ന്യായപ്രമാണം പാപത്തെ വെളിവാക്കുന്നുവെങ്കിൽ വെളിച്ചം നമുക്ക് നൽകുന്നത് ആത്മപ്രമാണമാണ്. ആത്മപ്രമാണം നമുക്ക് ശരിക്കും ആത്മാവിൻ്റെ നിറവ് നൽകും, ദൈവാത്മാവിൻ്റെ നിറവ് നൽകും. ആ ദൈവാത്മാവിൻ്റെ നിറവ് ലഭിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ, ആ വെളിച്ചം ലഭിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഏതിനെ സ്വായത്തമാക്കാൻ പറ്റുള്ളൂ? ജീവൻ അഥവാ നിത്യജീവനെ സ്വായത്തമാക്കാൻ പറ്റൂ. ഇത് മരിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് കിട്ടുന്ന കാര്യമല്ല. ഈ മരിച്ചിട്ട് എന്ന് പറയുന്നത് ന്യായപ്രമാണ സംബന്ധമായ മരണമാണ്. അതല്ലാതെ ഭൗതിക ജീവിതത്തിനകത്ത് ഈ ശരീരം മരിച്ചിട്ട് മറ്റേതോ ഒരു സ്ഥലത്ത് പോയിട്ട് പ്രാപിക്കേണ്ടതല്ല ഈ നിത്യജീവൻ. അങ്ങ് വേറെ എവിടെയോ പോകുമ്പോഴത്തേക്ക് വരിവരിയായി നിർത്തിയിട്ട് നീ ഇപ്പുറത്ത് നിൽക്ക്, നീ ഇപ്പുറത്ത് നിൽക്ക്, നരകവിധി, ന്യായവിധി, വെളിച്ചത്തിൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടിയല്ല ഇത്. ഇത് ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞതാണ്. സോ ഈ ഒരു പ്രോസസ്സിനെ, ആ വെളിച്ചത്തെ സ്വീകരിച്ച് ജീസസിൻ്റെ ലൈഫിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത കാര്യം, അപ്പോസ്തലന്മാരുടെ ലൈഫിനകത്തൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത കാര്യം ആർക്ക് വേണ്ടിയായിരുന്നു? അബ്രഹാമിൽ തുടങ്ങിയ ആ ലോക വ്യവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഈസ് ദാറ്റ് ക്ലിയർ? ഞാൻ ഒരുവിധമൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഇനി എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു 15, 20, 30 മിനിറ്റിൻ്റെ വീഡിയോക്കകത്ത് പറ്റത്തില്ല. ഇറ്റ്സ് എ ലോങ് സ്റ്റഡി. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, യു ടെൽ മീ, ഐ ആം റെഡി ടു ഗീവ്. ഫൈൻ. ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ അരമണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. സോ ഞാനിതിൻ്റെ നട്സല്ല പറഞ്ഞ എന്തിനാ ജീസസ് വന്നേ, ആർക്ക് വേണ്ടിയാണ് വന്നേ, എന്താ അതിൻ്റെ ശരിക്കുമുള്ള ഇന്നർ മീനിങ് എന്താ എന്നുള്ളത് ഒരു നട്സലിൽ പറയുവാണ്. അപ്പോൾ അതിന് പരിമിതികളുണ്ട്. ഇനി അത് എന്താണ്, ഇതെന്താണ്, അതെന്താണ്, ആ വാക്യം എങ്ങനെയാണ്, ഈ വാക്യം എങ്ങനെയാണെന്നെല്ലാം ഇതിനകത്ത് കമൻറ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. ഫൈൻ. സോ നിങ്ങൾക്ക് ശരിക്കും ജെന്യൂനായിട്ട് ഇതിനെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ യു സെറ്റ് എ പ്ലാറ്റ്ഫോം. ഐ ആം റെഡി ടു കം ആൻഡ് ടീച്ച് യു. സോ അന്ന് ജീസസിന് ആധികാരികത കൊടുത്തതുപോലെ ഈ സമയത്ത് ഇതിനെ ടീച്ച് ചെയ്യാനായിട്ടുള്ള ആധികാരികത ലഭിച്ച ഒരു വ്യക്തി ഞാനാണ്. ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. ദർ ആർ n number of people I know. So I am one among them. I can also teach you. So set me a platform. I'll come and teach you. Fine. Okay. അപ്പോൾ ഞാൻ വീണ്ടും ആ വാക്യത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് ഞാനത് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ വായിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിനകത്താണ്. അപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ പുത്രൻ എന്താ ചെയ്തതെന്നുള്ളത് 17-ാം വാക്യം മുതലുണ്ട്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാ? ലോകത്തെ വിധിപ്പാനല്ല, ശരിക്കും ലോകത്തെ ആ യഹൂദൻ്റെ ആ പശ്ചാത്തലത്തെ രക്ഷിപ്പാനാണ് ശരിക്കും ജീസസിനെ അയച്ചത്. അപ്പോൾ ജീസസിനെ അയച്ചത് എന്താ? തൻ്റെ പുത്രനെ ഇങ്ങോട്ട് അയച്ചത് എന്തിനാ? എങ്ങോട്ട് അയച്ചേ? ആ അബ്രഹാമിൽ തുടങ്ങുന്ന ആ ലോക വ്യവസ്ഥയിലേക്ക് അയച്ചത് എന്തിനാ? അവർ ന്യായവിധി കൊണ്ടുവന്ന് ആ ലോകത്തെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടായിരുന്നില്ല, ആ ലോകത്തെ രക്ഷിക്കാനായിട്ട്, ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് പുത്രനെ അങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ആ പുത്രനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു എന്ന്. ദർ ഈസ് നോ അതർ ന്യായവിധി യെറ്റ് ടു കം. ഓൾറെഡി സ്കെയിം ഇസ് ഹാപ്പൻഡ്. എന്താ ന്യായവിധി എന്ന് പറയുന്നത്? വെളിച്ചത്തെ അയച്ചിട്ട് ആ വെളിച്ചത്തെ സ്വീകരിക്കാതെ വീണ്ടും ന്യായപ്രമാണം എന്ന് പറയുന്ന ആ ഇരുട്ടിൻ്റെ അകത്ത് കിടക്കുന്ന ആ അവസ്ഥയാണ് ശരിക്കും ന്യായവിധി എന്ന് പറയുന്നത്. ഫൈൻ. സോ വെളിച്ചത്തെ ഗ്രാബ് ഇരുട്ടിൽ തന്നെ തുടരുന്ന അവസ്ഥയാണ് ന്യായവിധി. ദാറ്റ്സ് ഓൾ. അതാണ് ബൈബിൾ പറയുന്ന ന്യായവിധി. ഈസ് ദാറ്റ് ക്ലിയർ നൗ? സോ അല്ലാതെ ഇനി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് അവിടെ ഒരു ഡ്രാമയൊന്നും ഇല്ല. ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഫൈൻ. ഞാൻ ഇന്ന് ഈ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും ഇതിൻ്റെ തീർന്നിട്ടില്ല, ഇനി ഒത്തിരി വാക്യങ്ങളുണ്ട്. അതുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും. താങ്ക് യു.